സോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അമേരിക്കൻ ഹെറിറ്റേജ് ബാങ്കിലാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുമായിരിക്കും ഒരു ബാങ്കിൽ എന്തിനാണ് പോകുന്നത്, അതിൻ്റെ വ്ളോഗ് എന്തിനാണ് എടുക്കുന്നത്. സോ ദേ ആർ ഡൂയിങ് ദർ 17th ആനുവൽ ഗ്രാൻഡ് ഇലുമിനേഷൻ കിക്ക് ഓഫ് ഈവൻറ്റ്. സോ അവിടെ വെച്ച് കൊയറ കാണും, പിന്നെ അതുപോലെ തന്നെ ഫയർ വർക്ക്സ്. ഞങ്ങൾ എല്ലാ വർഷവും പോകാറുള്ളതാണ് ആൻഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സേ കാണത്തുള്ളൂ, ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. സോ ഫയർ വർക്ക്സ് കാണും. പിന്നെ അതുപോലെ തന്നെ അവിടെ ബാങ്കിൻ്റെ പുറവശം ഫുള്ളി ഡെക്കറേറ്റഡ് ആണ്. ഞാനത് അവിടെ ചെല്ലുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ അവർ അവിടെ ഡൊണേഷൻ ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. സോ നമുക്ക് പൈസ ഇടണമെങ്കിൽ അത് നേരെ പോകാൻ പോകുന്നത് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ ഓഫ് ഫിലഡൽഫിയയിലോട്ടാണ് നേരെ പോകാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ക്യാൻഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊണ്ടു കൊടുക്കാം. സോ ദേ ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് തിങ്സ് ഡ്യൂറിങ് ദിസ് ഈവൻറ്റ്. സോ നമുക്ക് പോവാം. സോ ലെറ്റ്സ് ഗോ. സോ ഇതാണ് ഔട്ട്സൈഡ് വ്യൂ ഓഫ് ദ ബാങ്ക്. കണ്ടോ, നല്ല ഭംഗിയാണ്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണാം ഒത്തിരി പേര് ക്രോസ് ചെയ്യുന്നത് ബാങ്കിൻ്റെ അകത്തോട്ട് പോകാൻ വേണ്ടി. പോലീസിനെയും കാണാം, അവരാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ അവർ സഹായിക്കുന്നുണ്ട് ആൾക്കാരെ ക്രോസ് ചെയ്യാൻ. സോ ഞങ്ങൾ ഫൈനലി പാർക്കിംഗ് കണ്ടുപിടിച്ചേക്കുവാണ്. എന്നിട്ട് ഇപ്പോൾ നടക്കുവാണ് അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി. സോ ഇവിടെ വെയിറ്റ് ചെയ്യുക പോലീസ് ഞങ്ങളെ അപ്പുറത്തെ സൈഡിലോട്ട് വിടാൻ വേണ്ടി. സോ ഇവിടുത്തെ പോലീസിനെ കാണുമ്പോൾ പറയുന്നത് നോക്കിക്കേ എൻ്റെ പാവങ്ങളാണ്. സോ അങ്ങനെ ഞങ്ങൾ ഫൈനലി എത്തിയിരിക്കുവാണ്. ആസ് യൂഷ്വൽ ഒത്തിരി ആൾക്കാരുണ്ട്, പക്ഷെ ലാസ്റ്റ് ഇയറിനെ കട്ടിലും കുറവാന്ന് തോന്നുന്നു ഈ വട്ടം. നല്ലതുപോലെ ഈ വട്ടം അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ ഡൊണേഷൻ നമുക്ക് കൊടുക്കാവുന്ന. അതുപോലെ തന്നെ ഇവിടെ ഹാട്ട് ചോക്ലേറ്റും ഉണ്ട്. ഈ തണുപ്പത്ത് ബെസ്റ്റാണ്, കാരണം ഭയങ്കര തണുപ്പാണ്. അവിടെ നോക്കിയാൽ കാണാൻ പറ്റും അവർ ഹാട്ട് ചോക്ലേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഫ്രീ ആണ്, എല്ലാവർക്കും ആർക്ക് വേണേലും പോയി എടുക്കാം. സോ അവിടെ തന്നെ ഒത്തിരി ലൈനുണ്ട്. ചോക്ലേറ്റ് കിട്ടി, നമുക്ക് കുടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇറ്റ് ആക്ച്വലി ടേസ്റ്റ് റിയലി ഗുഡ്. നല്ല ടേസ്റ്റ് ഉണ്ട്. തണുപ്പും കൂടെ ആയതുകൊണ്ട് ഇത് കുടിക്കുമ്പോൾ ഒരു നല്ല സുഖം. എൻ്റെ മൂക്കൊക്കെ തണുത്തിട്ട് എനിക്ക് വയ്യ, എൻ്റെ കൈയും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്രയും സ്ട്രഗിൾസാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ കൈയൊക്കെ ലിറ്ററലി ഫ്രോസൺ ആയി ഇപ്പോൾ. അതുപോലെ തണുപ്പായിരുന്നു. സ്റ്റേജ് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഓൾറെഡി പ്രോഗ്രാം എല്ലാം തുടങ്ങി. ഇവിടെ സ്ക്രീനും ഉണ്ട് ക്ലോസപ്പായിട്ട് കാണാൻ വേണ്ടി. ഞങ്ങളിപ്പോൾ ഫയർ വർക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എനിക്കറിയത്തില്ല എപ്പോഴാണ്, മേ ബി 8 മണിക്കായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അറൗണ്ട് മേ ബി ആഫ്റ്റർ 1 hour. ബട്ട് ഇറ്റ്സ് വെരി കോൾഡ്. കോൾഡ് എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ്. ആൻഡ് യാ പപ്പ ഹായ് മമ്മി. ഇവരെല്ലാവരും തണുത്ത് വിറച്ചിരിക്കുക. എനിക്ക് കൊയർ കാണിക്കണം എന്നുണ്ട്, പക്ഷെ ഭയങ്കര ദൂരമാണ്. സോ ഞാൻ നോക്കട്ടെ, അടുത്ത എല്ലുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഫയർ വർക്സ് ഡെഫിനറ്റ്ലി ഞാൻ കാണിക്കുന്നതായിരിക്കും. സോ ഞാൻ ഇച്ചിരി നേരത്തേക്ക് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. ഞാൻ പപ്പയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇവിടെ ഒത്തിരി പേര് ബ്ലാങ്കറ്റ് പൊളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പം എന്തോ ഭാഗ്യത്തിന് ഞങ്ങളുടെ വണ്ടിയുടെ അകത്തും ഉണ്ട് ബ്ലാങ്കറ്റ്. അപ്പം ഞാൻ പപ്പയോട് പറഞ്ഞു പോയി ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ട് വരാം, കാരണം ഭയങ്കര തണുപ്പാണ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല. സോ അതുകൊണ്ട് പപ്പ വണ്ടി വരെ നടന്നേക്കോ ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ട് വരാൻ. എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് അവരെ തപ്പി പിടിക്കണം. ഫൈനലി
എന്റെ ഫ്രണ്ടിനെ തപ്പി പിടിച്ചിരിക്കുകയാണ്. This is my bestie. എന്റെ കോളേജിൽ പോകുന്നതാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല, തണുത്തിട്ട് വയ്യ. This is your first time, right? ഇവിടെ വരുന്നേ? No, I came last year, but I stayed for the fireworks. Fireworksന് വേണ്ടി മാത്രമായിട്ടുള്ള fireworksന് വേണ്ടി അവിടെ ആൾക്കാർ വരുന്നത്. പക്ഷെ last time she didn't see the fireworks. She left before that. Yeah. So ഈ തവണ ഞാൻ ഇവിടെ പിടിച്ച് ഇരുത്തേക്കുവാ. ഇതിലേക്കായിരുന്നു വരുന്നതെന്ന് പറഞ്ഞിട്ട് വീട്ടിലായിരുന്നു. സോ അവിടെ നോക്കിയാൽ കാണാൻ പറ്റും അവർ ഫേക്ക് സ്നോ പോലെ അവർ ചെയ്യുക. ഐ തിങ്ക് ദിസ് ഇസ് ദർ ഫസ്റ്റ് ടൈം ഡൂയിങ് ദിസ്. ഞാൻ ലൈക്ക് ആദ്യമായിട്ട് ഇത് കാണുന്നത്. ലാസ്റ്റ് ഇയർ ഒന്നും ഞാൻ കണ്ടില്ലായിരുന്നു. And I think it's very nice. I think it's very cool. കണ്ടോ? That's fine. See, finally fireworks തുടങ്ങാൻ പോവാണ്. 6, 5, 4, 3, 2, 1. കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. How was it? It was so nice. Yes, it was so nice. It was worth all the cold. Yeah, it was worth it. No, I don't think it's worth that. Okay. So എല്ലാം കഴിഞ്ഞു. ഇനിയും തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവാണ്. റോഡ് കാണുമ്പോഴേ അറിയാം എന്തോ മാത്രം ആൾക്കാരാണ് ഇത് കാണാൻ വന്നേന്ന്. എല്ലാവരും തിരിച്ച് വീട്ടിൽ പോവാണ്. ഫ്രണ്ടിലോട്ടൊക്കെ നോക്കിക്ക് എന്തോ മാത്രം ആൾക്കാരാന്ന്. സോ ഫൈനലി ഞാൻ വണ്ടിയിൽ കയറിയേക്കുവാണ്. ആൻഡ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നോക്കിക്കേ, എല്ലാവരും തിരിച്ച് നടക്കുവാണ്. ഭയങ്കര ക്രൗഡഡാണ്. സോ വണ്ടി ഓടിക്കുന്നത് വളരെ സേഫായിട്ട് വേണം. എല്ലാം റോഡിൻ്റെ നടുക്കൂടെയൊക്കെ നടക്കുന്നത്. I hope you enjoyed this episode. Don't forget to subscribe, like, comment and share. And subscribe ചെയ്ത എല്ലാവരോടും thank you so much. Keep on supporting me. And ഞാൻ soon next episodeുമായിട്ട് വരുന്നതായിരിക്കും. So അതുവരെ adios.